അവിട്ടം നക്ഷത്രത്തിൻ്റെ നക്ഷത്രഗണം അസുരഗണമാണ്. ബ്രഹ്മാവിൻ്റെ പൗത്രനും മരീചിയുടെ പുത്രനുമായിരിക്കുന്ന കശ്യപന് ദക്ഷ പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന ദിതിയിൽ ഉണ്ടായ പുത്രന്മാരാണ് അസുരന്മാർ. അതിഥി പുത്രന്മാരായിരിക്കുന്ന ദേവന്മാരുടെ ശത്രുക്കളായാണ് അസുരന്മാരെ കാണുന്നത്. ഇവർ തിന്മയുടെ പ്രതിരൂപങ്ങളാണ്. എങ്കിലും ഇവരിലും നല്ല വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. മഹാബലി, പ്രഹ്ലാദൻ തുടങ്ങിയ വ്യക്തികൾ അതിന് ഉദാഹരണമാണ്. ജാതക പൊരുത്ത ചിന്തനയിലാണ് ഇത് പ്രധാനമായും ചിന്തിക്കുക. ഗണപ്പൊരുത്തം എന്നാണ് അതിന് പേര്. അവിട്ടം നക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത വസുക്കളാണ്. അഷ്ടവസുക്കൾ സമ്പത്തിൻ്റെ ദേവന്മാരാണ്. സംഗീതം പോലുള്ളതായിരിക്കുന്ന സുകുമാര കലകളിൽ പ്രഗത്ഭന്മാരുമാണ്. അഷ്ടവസുക്കൾ എന്ന പേരിൽ തന്നെയുണ്ട് അവർ എട്ട് പേരാണ് എന്നുള്ളത്. ഇവരുടെ പേരുകൾ പക്ഷേ തർക്ക വിഷയമാണ് എന്ന് മാത്രം. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിരിക്കുന്ന ദക്ഷ പ്രജാപതിക്ക് വസു എന്ന പുത്രിയിൽ ജനിച്ച 8 ദേവതന്മാരാണ് അഷ്ടവസുക്കൾ എന്നാണ് ഒരു കഥ. വസുവിൽ ധർമ്മദേവൻ ഉണ്ടായതാണ് എന്നും കാശ്യപൻ്റെ മക്കളാണ് എന്നും വേറെയും ചില പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ധ്രുവശ്ച സോമശ്ച വിഷ്ണുശ്ചൈവ അനിലോ അനല പ്രത്യുഷശ്ച പ്രഭാസശ്ച വസവോളഷ്ടോ ക്രമാസ്മൃത എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രമാണത്തിൽ പറയുന്നത് ധരൻ, ധ്രുവൻ, സോമൻ, വിഷ്ണു, അനിലൻ, അനലൻ, പ്രത്യുഷൻ, പ്രഭാസൻ എന്നിങ്ങനെയാണ് വസുക്കളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. ധരൻ, ധ്രുവൻ, സോമൻ, അഹസ്, അനിലൻ, അനലൻ, പ്രത്യുഷൻ, പ്രഭാസൻ എന്നിങ്ങനെ വേറെയും രീതിയിൽ അഷ്ടവസുക്കളെ പറഞ്ഞിട്ടുണ്ട്. അഹസ്സിന് പകരം ആപൻ എന്ന പേരും ചിലയിടത്ത് കാണുന്നുണ്ട്. വസിഷ്ഠ മഹർഷിയുടെ ശാപനിമിത്തമായിട്ട് ഗംഗാദേവിയുടെയും ശന്തനുവിൻ്റെയും പുത്രന്മാരായിട്ട് അഷ്ടവസുക്കൾക്ക് ജനിക്കേണ്ടി വന്നിട്ടുള്ളതായിട്ട് മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊരാളാണ് ഭീഷ്മ പിതാമഹൻ. ബാക്കി 7 പേരെയും ജനിച്ച ഉടൻ തന്നെ ഗംഗ സ്വർഗത്തിൽ എത്തിച്ചല്ലോ. ഗംഗാദത്തൻ എന്ന പേരിലും പിന്നീട് ഭീഷ്മർ എന്ന പേരിലും പ്രശസ്തനായത് ആപൻ എന്നറിയപ്പെടുന്ന വസുവായിരുന്നു. പ്രഭാസൻ എന്ന വസു വിശ്വകർമാവിൻ്റെ പിതാവാണ്. അഷ്ടവസുക്കളിൽ ചിലർ അഷ്ടദിക്പാലകന്മാരുമായിട്ടുണ്ട്. നക്ഷത്രദേവതകളായിരിക്കുന്ന വസുക്കളെ നിത്യവും പ്രാർത്ഥിക്കുന്നത് അവിട്ട നക്ഷത്രക്കാരുടെ ജീവിത പുരോഗതിക്ക് വളരെയധികം ഉത്തമമാണ്. ഓം വസുഭ്യോ നമ എന്നുള്ളതായിരിക്കുന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണകരമാണ്. അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യനിറം ചുവപ്പ് കലർന്ന വെളുപ്പാണ്. ഭാഗ്യദിക്ക് തെക്ക് ദിക്കാണ്. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയും ഭാഗ്യസംഖ്യ 9 ഇവരുടെ ഭാഗ്യരത്നം പവിഴമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രമേ ഭാഗ്യരത്നം നിർണയം നടത്താവൂ.